ദെഹ്റാദൂണിൽ വന്നിട്ട് 3 ആഴ്ചയായി. ഇന്നത്തെ ഈവനിങ് വാക്ക് ഇവിടെ അടുത്തുള്ള ഒരു ലേക്കിലേക്കാവട്ടെ എന്ന് തന്നെ വിചാരിച്ചു. ഞാനിതിന് മുമ്പും ദെഹ്റാദൂണിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലേക്കിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ അടുത്തുള്ളൊരു കാനയിൽ നിന്ന് വരുന്ന ദുർഗന്ധം വീണ്ടും വീണ്ടും അങ്ങോട്ട് പോകാൻ നമ്മളെ തോന്നിപ്പിക്കില്ല. എന്തായാലും ഇന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇന്നത്തെ നടത്തം അങ്ങോട്ട് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഈ വീഡിയോൻ്റെ സ്പീഡ് 1.25 ഇട്ട് കേൾക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എന്തായാലും ദെഹ്റാദൂണിനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യമായൊരു തിരുത്താണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാവരും ഇത് ഡെറാഡൂൺ എന്നാണ് പൊതുവെ പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ ഈ ന്യൂസ് പേപ്പറിലൊക്കെ വായിക്കുമ്പോൾ അവർ ഡെറാഡൂൺ എന്നാണ് എഴുതുന്നത്. നമ്മളും അങ്ങനെ തന്നെ പറഞ്ഞ് ശീലിച്ചു. പക്ഷെ ഇത് പറയേണ്ടത് ദെഹ്റാദൂൺ എന്നാണ്. ദയ എന്ന വാക്കിലെ ദ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ദെഹ്റാദൂൺ എന്നാണ് ഇതിൻ്റെ ശരിയായ ഉച്ചാരണം. ഡെഹ്റാദൂണിൽ നിന്നും തിരിച്ചു പോകുന്നത് വരെ എനിക്കിവിടെ ഇഷ്ടംപോലെ ഫ്രീ ടൈം ഉണ്ട്. അത് എങ്ങനെയൊക്കെ വിനിയോഗിക്കണം എന്നാണ് ആലോചിക്കുന്നത്. വായിക്കാം എന്ന് വെച്ചാൽ ഇവിടെ പുസ്തകങ്ങൾക്ക് കുറവൊന്നുമില്ല, പക്ഷെ പണ്ടത്തെ പോലെ വായിക്കാനൊന്നും പറ്റുന്നില്ല. ആക്ച്വലി ഈ മൊബൈൽ വന്ന ശേഷം ഒരുപാട് വായനാ സമയം അത് കവർന്നെടുത്തിരിക്കുന്നു. പിന്നെ ഈ മൊബൈലിൽ വായിക്കുന്ന പോലത്തെ ഒരു സുഖം എന്തോ പുസ്തകത്തിൽ ഇപ്പോൾ കിട്ടാത്ത പോലെ. ഒരു പക്ഷേ നമ്മൾ ഏത് സമയത്തും ഇത് നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും വായിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാവും ചിലപ്പോൾ മൊബൈലിനോട് കൂടുതൽ താല്പര്യം തോന്നുന്നത്. ഞാൻ ചില പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പകുതി വായിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. എപ്പോഴെങ്കിലും അതൊക്കെ ഒന്ന് പൂർത്തിയാക്കണം. കുട്ടിക്കാലത്തൊക്കെ വായിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഹരമായിരുന്നല്ലേ. എന്തെല്ലാം പുസ്തകങ്ങളായിരുന്നു! പൂമ്പാറ്റ, ബാലരമ, ബാലമംഗളം, ലാലുലീല, അമർചിത്രകഥ, യുറീക്ക, അമ്പിളിയമ്മാവൻ, ചമ്പക്. ആക്ച്വലി ഞാൻ ഏറ്റവും അധികം വായിച്ചിട്ടുള്ളത് പൂമ്പാറ്റയും ബാലരമയും അമർചിത്രകഥയാണ്. ബാലമംഗളം, അമ്പിളിയമ്മാവൻ, ചമ്പക്, ലാലുലീല ഇത് ഇടയ്ക്കിടയ്ക്ക് കിട്ടിയിരുന്നു. അതായത് വല്ല മറ്റുള്ള കൂട്ടുകാരുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു വീട്ടിൽ പോകുമ്പോൾ നമുക്കവിടെ കിട്ടുമ്പോൾ വായിക്കുന്നതോ, അല്ലെങ്കിൽ ചിലപ്പോൾ കടകളിൽ പോയിട്ട് തന്നെ അത് വായിക്കുകയും ചെയ്യും. പക്ഷെ നല്ല സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഈ പൂമ്പാറ്റ, ബാലരമ, എൻ്റെ അമർചിത്രകഥ. പിന്നെ വേറൊരു സംഗതി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അത് അച്ഛൻ വരുത്തിയിരുന്നതാണ്. അത് വായിക്കാൻ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വായിക്കാനുള്ള പുസ്തകങ്ങളുടെ സ്റ്റോക്ക് തീർന്ന് ആകെ അങ്ങനെ വായനാബാഹ്യമായിട്ട് തലങ്ങും വിലങ്ങും നടക്കുമ്പോൾ ഇത് കണ്ടു കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിക്കും. അതിൻ്റെ പേര് യുറീക്ക എന്നായിരുന്നു. ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇറക്കിയിരുന്നൊരു ബുക്കാണ് ഈ യുറീക്ക. അതുപോലെ ഈ ഒരു യുറീക്ക ക്ലബ്ബും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുട്ടികളൊക്കെ കൂടി എല്ലാ മാസവും യുറീക്ക ക്ലബിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടാവും. അത് നയിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്ര സാഹിത്യ പ്രവർത്തകരായ ഏതെങ്കിലും ചേട്ടന്മാരും ഉണ്ടാവും. ഇനി ഈ പുസ്തകങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ദെഹ്റാദൂണിനെ കുറിച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് പറയാനും അറിയാനും ഉണ്ട്. എന്നിട്ട് പിന്നെ വീണ്ടും നമുക്ക് ഈ പുസ്തകങ്ങളിലേക്ക് തിരിച്ചു വരാം. ചെറുപ്പകാലത്ത് ദെഹ്റാദൂൺ എന്ന് കേട്ടാൽ 3 കാര്യങ്ങളാണ് മനസ്സിൽ വന്നിരുന്നത്. ഒന്ന്, അതൊരു സുഖവാസ കേന്ദ്രമാണെന്ന് വായിച്ചിരുന്നു. രണ്ടാമത്, പ്രശസ്തരായ പലരും പഠിച്ചിട്ടുള്ള പേര് കേട്ട ദ ഡൂൺ സ്കൂൾ ഇവിടെയാണെന്നുള്ളത്. മൂന്നാമതായി, ഇന്ത്യയുടെ അഭിമാനമായ IMA എന്ന ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഇവിടെയാണ്. ദ ഡൂൺ സ്കൂളിൽ പഠിക്കാനുള്ള അവസരം പ്രധാനമായും പൊളിറ്റീഷ്യൻസ്, ബിസിനസ്മാൻ, ഹൈ ഡിഗ്നിറ്ററീസ് തുടങ്ങിയ പ്രമുഖരുടെ ആൺമക്കൾക്ക് മാത്രമാണ് കിട്ടിയിരുന്നത്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി, എഴുത്തുകാരായ വിക്രം സേത്ത്, അമിതാവ് ഘോഷ് എന്നിവരും ഈ സ്ഥാപനത്തിലെ സ്റ്റുഡൻസ് ആയിരുന്നു. വിക്രം സേത്തിൻ്റെ വർക്കുകൾ മലയാളികൾക്ക് എത്ര പരിചിതമാണെന്നറിയില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ദ ഫ്രോഗ് ആൻഡ് ദ നൈറ്റിംഗേൽ എന്ന അതിമനോഹരമായ ഒരു കവിത CBSEയിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് തീർച്ചയായും അറിയാതിരിക്കില്ല. കലാമേഖലയിൽ ഒരു മെൻറ്ററിലൂടെ കരിയർ തുടങ്ങുന്ന ഓരോ കലാകാരനും, പ്രത്യേകിച്ച് കലാകാരികൾ, അന്നും ഇന്നും എന്നും നേരിടുന്ന ഒരു പ്രശ്നത്തെ എത്ര റിയലിസ്റ്റിക് ആയാണ് ഒരു ഫ്രോഗിൻ്റെയും പക്ഷിയുടെയും കഥയിലൂടെ വിക്രം സേത്ത് തുറന്നു കാട്ടിയിട്ടുള്ളത്. സാധിക്കുന്നവർ അതൊന്ന് വായിച്ച് ആസ്വദിക്കാൻ ശ്രമിക്കണം.
ഓൺലൈൻ അവൈലബിൾ ആകാൻ വഴിയുണ്ട്. ഇനി സ്കൂൾ ടോപ്പിക്സിലേക്ക് തിരിച്ചു വന്നാൽ, ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് പല പ്രശസ്ത ബോർഡിംഗ് സ്കൂളുകളും ഹിൽ സ്റ്റേഷനുകളിലാണല്ലോ എന്നത്. അത് ഊട്ടി, കൊടൈക്കനാൽ, ഷിംല, ദഹ്റാദൂൺ, നൈനിത്താൾ തുടങ്ങി ഏത് ഹിൽ സ്റ്റേഷൻ എടുത്താലും അങ്ങനെ തന്നെ. ഊട്ടി സ്കൂൾസിലെ കഥ പറയുന്ന സിനിമകളായ കൂടെവിടെ, നോട്ട് ബുക്ക് എന്നിവ പോലെ നൈനിത്താളിലെ നൈനിത്താളിലെ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട കഥ പറയുന്ന മലയാളം സിനിമ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? MTയുടെ തിരക്കഥയിൽ വന്ന മഞ്ഞ് എന്ന സിനിമയിലെ വിമലയെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? 5ലോ 6ലോ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു തൃശ്ശൂർ രാഗം തിയേറ്ററിൽ വെച്ച് മഞ്ഞ് സിനിമ ആദ്യമായി കണ്ടത്. എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ഹിറ്റ് സിനിമയിൽ അമ്മയായി അഭിനയിച്ച സംഗീത നായികയായിരുന്നു മഞ്ഞിലെ വിമല ടീച്ചർ. നായകനെ ഓർക്കുന്നില്ല. MTയുടെ നായികാ പ്രാധാന്യമുള്ള ഏക കൃതിയാണ് മഞ്ഞ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മഞ്ഞ് കഥാപുസ്തകമായി ഇറങ്ങിയത് വായിച്ചിരുന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് ഒരു ബന്ധു ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയായ ദ മിസ്റ്റ്, അതുപോലെ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന കൃതിയുടെ പരിഭാഷയായ ദ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്നീ 2 പുസ്തകങ്ങൾ എനിക്ക് സമ്മാനിച്ചിരുന്നു. വായനയും സിനിമയുമാണ് അന്നും ഇന്നും എന്നും എനിക്ക് ഏറ്റവും ഹരം തരുന്നൊരു കാര്യം. വായന പുസ്തകങ്ങളേക്കാൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകളേക്കാൾ മൊബൈലിലേക്കായി എന്ന് മാത്രം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ന്യൂസ് പേപ്പർ പോലും റെഗുലറായി വായിക്കാറില്ല. ചെറുപ്പകാലത്ത് അതുപോലും എന്തൊരു താല്പര്യത്തോടെയാണ് വായിച്ചിരുന്നത്. ഇവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് ഒരു മനോഹരമായൊരു ആർമി ഏരിയ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ഐ ലവ് ക്ലെമന്റ് ടൗൺ ക്യാൻഡ് എന്ന് എഴുതി കാണിച്ചിരിക്കുന്നത്. ഈ തടാകത്തിന് ചുറ്റും മനുഷ്യരെ മാത്രമല്ല കേട്ടോ, കുറേ നായ്ക്കളും കുരങ്ങന്മാരും എല്ലാവരും ഇവിടെ നടക്കുന്നുണ്ട്. ശരിക്കും ഇടയ്ക്കൊക്കെ ഒന്നൊരു പേടി തോന്നും. ഇവിടേക്ക് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയ ഒരു പഴയ പാട്ടുണ്ട്. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീന്തുന്ന പൂങ്കുളത്തിൽ. ഇതുപോലെ നല്ല പാട്ടാണ്. പാട്ട് സീനിൽ ശ്രീദേവിയാണ് ഒരു തടാകത്തിൻ്റെ കരയിലിരുന്നിട്ട് ഇങ്ങനെ പാടുന്നത്, കുറച്ച് ദുഃഖിതയായിട്ട്. ഞാൻ വിചാരിക്കും ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ ഇത് കണ്ടാൽ വിശ്വസിക്കൂ ഇത് ശ്രീദേവിയാണെന്ന്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയിൽ, എവിടെയോ കിടക്കുന്ന ഒരു മലയാളം മൂവിയിൽ ഇങ്ങനെ അഭിനയിച്ചോ എന്ന് അവർ ചിന്തിക്കുമായിരിക്കും അല്ലേ. കാഴ്ചയ്ക്കും അവർക്ക് തീരെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം ഹിന്ദി സിനിമകളിലൊക്കെ അത്രയും സുന്ദരിയായും ഗ്ലാമറസായും ഉള്ള വേഷങ്ങളിലൊക്കെ അഭിനയിച്ചിട്ട്. ഈ പൂക്കളും ചെടികളൊക്കെ ആർമി ഏരിയയുടെ സൈഡിലുള്ളതാട്ടോ. അതിൻ്റെ ഉള്ളിലേക്കൊന്നും സിവിലിയൻസിനെ കടത്തി ഇവിടെ ഇല്ല. എന്നാലും അതിൻ്റെ പരിസരം വരെ അവരെത്ര ഭംഗിയായിട്ടാണ് വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ വെറുതെ ആ പൂക്കളുടെയും ചെടികളുടെയും ഒക്കെ ഒരു വീഡിയോ അങ്ങോട്ട് എടുത്തു. അല്ല, നമുക്കിനിപ്പോൾ നമ്മുടെ ബാലവാസികളെ പറ്റി പറഞ്ഞു തുടങ്ങിയത് മുഴുവനാക്കാൻ പറ്റിയില്ല. പൂമ്പാറ്റയും ബാലരമയും നമ്മുടെ കപീഷും മായാവിയും ഡിങ്കൻ എന്ന് പറയുന്നത് ബാലമംഗളത്തിലായിരുന്നു കേട്ടോ, പൂമ്പാറ്റയിലും ബാലരമയിലും ആയിരുന്നില്ല. ഇവരൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു ബാല്യത്തെ പറ്റിയും പുസ്തകങ്ങളെ പറ്റിയിട്ടൊക്കെ ഇനിയും കുറേ പറയാനുണ്ട്. നമുക്ക് വേറൊരിക്കലാവട്ടെ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.